ഹായ് മക്കളെ, ഇന്ത്യയിലെ ഏറ്റവും റയറസ്റ്റും എന്നാൽ ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള ചില കോഴ്സ് ഓഫർ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ കേരളത്തിലുള്ള കുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. നിങ്ങൾക്ക് അറിയുമായിരിക്കും, എന്നാൽ അറിയപ്പെടാത്ത ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. മക്കളെ, ഇതിൻ്റെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾക്കുള്ള, അതായത് +2 ശേഷം നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോഴ്സസിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നത്തോടു കൂടി വന്നിട്ടുണ്ട്. സോ അറിഞ്ഞു വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കുസാറ്റിന് അവരുടേതായ ചില അഡ്മിഷൻ പ്രൊസീജിയർ ഉണ്ട്. അതായത് അവിടെ അഡ്മിഷൻ നേടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവരുടെ തന്നെ എക്സാം എഴുതണം. കുസാറ്റ് കാറ്റ് എന്നാണ്, കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. സോ അതിന് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എക്സാം എഴുതണം. ഇതിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് കുസാറ്റിൽ അഡ്മിഷൻ കിട്ടാൻ പോകുന്നത്. സോ കുസാറ്റ് ഏതൊക്കെ കോഴ്സാണ് ഓഫർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് കോഴ്സസ്, അവരുടെ പ്രോസ്പെക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് കോഴ്സസ്. ഫോർ എക്സാമ്പിൾ ബിടെക് ആണ് ഇവിടെ നിങ്ങൾ പേര് കേട്ടത്. ബിടെക്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും റയറസ്റ്റ് ആയിട്ട് ഷിപ്പ് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട അൾട്ടിമേറ്റ് കോഴ്സാണ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്. അതുപോലെ മറൈൻ എഞ്ചിനീയറിംഗ്, സേഫ്റ്റി എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, ബാക്കി CS, അതൊക്കെ അടിപൊളി ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഇവരൊക്കെ ഓഫർ ചെയ്യുന്ന ബിടെക് കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സാമിലൂടെ അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അതുപോലെ തന്നെ 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് MSc കോഴ്സസുകളുണ്ട്. സയൻസ് സബ്ജക്റ്റുകളിലെ ഏറ്റവും മികച്ച ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് നമ്മുടെ കുസാറ്റിലേത്. സോ 5 വർഷം, നിങ്ങൾ +2 ശേഷം 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രിയും കിട്ടും, PGയും കിട്ടുന്ന ലെവലുള്ള കോഴ്സസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റഗ്രേറ്റഡ് MScയിൽ ഓഫർ ചെയ്യുന്നുണ്ട്. ഫോട്ടോണിക്സ് പോലെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള ചില കോഴ്സസും ഈ BSc MScയിൽ ഓഫർ ചെയ്യപ്പെടുന്നുണ്ട്. തീർന്നില്ല, ബാക്കി നിങ്ങൾ നോക്കുകയാണെങ്കിൽ BCom, LLB, BBA, LLB എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കോഴ്സ് വീണ്ടും ഓഫർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ കുസാറ്റിനുമായി ബന്ധപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഡേറ്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നോട്ടിഫിക്കേഷനാണ് ഇന്ന് വന്നത്. അഡ്മിഷൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഓപ്പൺ ആവുന്നപ്പെടുന്നത് എന്താണ്, 27-നാണ്. അതായത് ജാനുവരി 27 മുതൽ ഫെബ്രുവരി 26 വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡേറ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് ഈ കാറ്റ് എക്സാമിനുള്ള ഫീ നിങ്ങൾ എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് ചെയ്തിരിക്കണം. ഫെബ്രുവരി 26 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം നോക്കുക, ഇതിൻ്റെ എക്സാം വരാൻ പോകുന്നത് മെയ്യിലാണ്. നിങ്ങൾക്ക് ഒരുപാട് പ്രിപ്പറേഷൻ സമയമുണ്ട്. മെയ്യിലെ 10, 11, 12 ദിവസങ്ങളിലായിട്ട് CBT മോഡാണ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകളായിരിക്കും. കമ്പ്യൂട്ടറിലായിരിക്കും നിങ്ങൾ എക്സാം എഴുതുക, ഏതെങ്കിലും എക്സാം സെൻറ്ററിൽ പോയിട്ട്. അപ്പോൾ അതിൻ്റെ ഈ ഡേറ്റ് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം നിങ്ങൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സിറ്റീസിൽ, എക്സാം സെൻറ്റേഴ്സിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് കിട്ടും. അതായത് നിങ്ങൾ വളരെ ലേറ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മേ ബി വളരെ അടുത്തുള്ള സെൻറ്റർ കിട്ടുക, വളരെ ദൂരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ പ്രോപ്പറായിട്ട് നിങ്ങളെ കോഴ്സസ് ഒക്കെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് രജിസ്റ്റർ ചെയ്യുക. ആൻഡ് അതിനുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ബാക്കി ഡേറ്റ്സ് ഒക്കെ ഇവിടെ വെറുതെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡൊക്കെ എക്സാമിനോട് അനുവദിച്ച് മാത്രമേ വരുന്നുള്ളൂ. സോ പ്രിപ്പയർ ചെയ്യാൻ ഒരുപാട് സമയമുണ്ട്. മേ ബി നിങ്ങളുടെ പബ്ലിക് എക്സാം എഴുതുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കീമിനും കുസാറ്റിനും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. സോ ആദ്യത്തെ കടമ്പ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സോ അതുമായി ബന്ധപ്പെട്ട കുസാറ്റിലെ കോഴ്സസും അതിൻ്റെ ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ചാനലിൽ അപ്ഡേറ്റ് വരും. സോ എല്ലാവരും എന്ത് ചെയ്യാം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. നമുക്ക് 1 by 1 ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം.